ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താടി നിനക്കൊരു ആലോചന? ഞാൻ എന്താ ആലോചിക്കാണ്? ആകാശിനെ കുറിച്ചും എന്റെ മോനെ കുറിച്ചും മോളെ കുറിച്ചൊക്കെ ആലോചിക്കായിരുന്നു. അതെന്താ നീ മഹേഷിനെ കുറിച്ച് ആലോചിക്കാത്തത്? ആകാശിനെ ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലേ? എനിക്ക് മഹേഷിനോട് അങ്ങനത്തെ ഒരു അടുപ്പവും ഇല്ല ആകാശ്. എല്ലാം ആകാശിന്റെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ അടുപ്പം കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചത്. അല്ലാതെ എനിക്ക് മഹേഷിനോട് ഒരു അടുപ്പവും ഇല്ല. ഞാൻ രചന, ഇത് മുഴുവനായിട്ട് ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. സത്യം ആകാശ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആകാശിനോട് ഒരു ഇഷ്ടക്കുറവോ ഒരു താല്പര്യക്കുറവോ ഒന്നുമില്ല. ആകാശിനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, പ്രണയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ മഹേഷിനെ ഉപേക്ഷിച്ച് ആകാശിന്റെ കൂടെ വന്നത്. മഹേഷ് ഇനിയിപ്പൊ എത്ര പണക്കാരനാണെന്ന് പറഞ്ഞാലും എനിക്ക് ആകാശിന്റെ പ്രണയം പോവില്ല ആകാശ്. ഇത് വിശ്വസിക്കാവോ രചന എനിക്ക് എന്ന് ആകാശ് ചോദിക്കുമ്പോ രചന മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പൊ ഇയാൾ ഉടക്കുന്നത് ശരിയല്ല. എന്റെ നീക്കങ്ങൾ ഇയാൾ അറിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇയാളുടെ വിശ്വാസം നേടിപ്പിടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കാം എന്നൊക്കെ രചന വിചാരിക്കാട്ടോ. എന്താ നീ ആലോചിക്കണത് എന്ന് ആകാശ് ചോദിക്കുമ്പോ, ഒന്നുമില്ല, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ആകാശിന് എന്റെ വിശ്വാസം ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വിഷമിച്ചതാണ്. ആകാശ്, എനിക്ക് അത്രമാത്രം ആകാശിന് ഇഷ്ടമാണ് ആകാശ്, ഐ ലവ് യു ആകാശ് എന്ന് പറഞ്ഞിട്ട് ആകാശിനെ കെട്ടിപ്പിടിക്കാണ് രചന. ശേഷം ബെഡിലേക്ക് വീഴുന്നുണ്ട്. പിന്നീട് അവർ ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെ ആട്ടോ. അതേസമയം ഇഷിതയും മഹേഷും ആണെന്നുണ്ടെങ്കിൽ ഇഷിത മഹേഷ് ഒരുമിച്ച് കിടക്കായിരിക്കും. അപ്പൊ ഇഷിത ഇങ്ങനെ ഒരു ആലോചിക്കണം, മഹേഷ് ഒരു ആലോചിച്ചോണ്ടിരിക്കുകയാണ്. മഹേഷ് ചോദിക്കണ്ടേ, താൻ എന്താടോ ആലോചിക്കണെന്ന് ചോദിക്കുമ്പോ, ഒന്നുമില്ല. മഹേഷ് എന്താ ആലോചിക്കണത്? ഒന്നുമില്ലടോ, എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിക്കായിരിക്കും മഹേഷ് അല്ലേ? അതൊന്നും ഇല്ലടോ, അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. അല്ല, തന്റെ അമ്മ പിന്നെ തന്നെ എങ്ങാനും വിളിച്ചായിരുന്നോ? വിളിച്ചൊന്നുമില്ല. തന്റെ ചേച്ചി എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു, വന്നില്ല. ആണോ? അപ്പൊ അശ്വതേച്ചി വിളിച്ചായിരുന്നു മഹേഷിനെ? വിളിച്ചിരുന്നു. സംസാരത്തില് ചെറിയൊരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ എന്നോട് ഉള്ള പോലെ തോന്നി. താനെന്തിനാ അശ്വതേച്ചി അടുത്ത് പറഞ്ഞായിരുന്നോ? അത് വേറൊന്നുമല്ല മഹേഷ്. മഹേഷ് രചനയെടുത്ത് കുറച്ച് അടുപ്പം കാണിക്കണത് എനിക്ക് വല്ലാത്ത വിഷമമായി പോയി. ഞാനത് ചേച്ചിയെടുത്ത് പറഞ്ഞിരുന്നു. അതായിരിക്കും ചേച്ചി മഹേഷിനെ വിളിച്ചത്. എനിക്ക് തോന്നി. സത്യം പറ മഹേഷ്, മഹേഷ് എന്തിനാ രചനയായിട്ട് അത്ര അടുപ്പം കാണിച്ചത്? ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണോ, അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യം അതിന് പിന്നിലുണ്ടോ എന്ന് ഇഷിത ചോദിക്കുകയാണ്. അപ്പൊ മഹേഷ് പറയണ്ട്, ഇഷിത, ഞാൻ തന്നോട് മറക്കുന്നില്ല. ശരിക്കും തന്നോട് ഇത് പറയേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്താ മഹേഷ്, എന്താ കാര്യം? അത് തന്നോട് ഞാൻ മുഴുവനായിട്ട് പറയുന്നുണ്ടോ? പറയാനുള്ള സാഹചര്യം ആയിട്ടില്ല. അത് വരുമ്പോ ഞാൻ തന്നോട് എല്ലാം പറയാം. എന്നാലും എന്താ മഹേഷ് കാര്യം? കാര്യം പറ. അത് രചനയെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടോ. സംശയങ്ങളോ? എന്ത് സംശയങ്ങൾ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാം മുഴുവനായിട്ട് പറയാനായിട്ടില്ല. പറയാനാവുന്ന സമയം അടുത്ത് തന്നെ വരുന്നുണ്ട്, അന്ന് ഞാൻ മുഴുവനും പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ തന്നോട് പറയാം, രചന ഒരു വലിയ കുരുക്കിലേക്കാണ് പോവാൻ പോണത്. ആ കുരുക്കിലേക്ക് അവളെ തള്ളിയിടാൻ പോണത് ഞാൻ തന്നെയാണ്. അതിലേക്ക് തള്ളിയിടണമെന്നുണ്ടെങ്കിൽ അവളുടെ വിശ്വാസവും സ്നേഹവും എന്റെ കൂടെ ഈ സമയത്ത് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഓടി രക്ഷപ്പെടും. അങ്ങനെ അവളെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടോ. ഞാൻ സംശയിച്ച കാര്യങ്ങൾ സത്യമാവാനാണ് ചാൻസ്. അഥവാ സത്യമാവാണെന്നുണ്ടെങ്കിൽ താൻ നോക്കിക്കോ, രചന നമുക്ക് ഈ ജയിലിൽ പോയി കാണാം. മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, തനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്തായാലും താൻ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അപ്പൊ മഹേഷ് രചനടുത്ത് കാണിച്ച അടുപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണല്ലേ? അല്ല, എന്തോ ഒരു കാര്യം മഹേഷിനുള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രചനടുത്ത് ഇത്ര അടുപ്പമൊന്നും മഹേഷ് കാണിക്കില്ലെന്ന് എനിക്കറിയാലോ. ഓഹോ, എന്നിട്ട് രചനടുത്ത് ഞാൻ അടുപ്പം കാണിക്കുമ്പോ തന്റെ മുഖം വല്ലാത്ത ദേഷ്യത്തിലായിരുന്നല്ലോ. അത് പിന്നെ എത്രയൊക്കെ വിശ്വാസമുള്ള ഭർത്താവാണെന്ന് പറഞ്ഞാലും വേറൊരു പെണ്ണിനടുത്ത് അടുക്കണ കാണിക്കുമ്പോ ഭാര്യക്ക് ദേഷ്യം വരില്ലേ? എടോ, അതെന്റെ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അപ്പൊ ഇഷിത ചിരിക്കാട്ടോ. ഇഷിത പറയണ്ട, മഹേഷ് സത്യം പറയട്ടെ, ഞാനൊരു കാര്യം. എന്താടോ? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു കുഞ്ഞിന്റെ അമ്മയാവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് മഹേഷ് എന്ന് പറയാണ്. മഹേഷ് ചോദിക്കണ്ട്, അത് കൊള്ളാലോ. ഞാൻ ഈ കിടപ്പ് കിടക്കുമ്പോ തന്നെ തനിക്ക് അമ്മയാവാൻ ആഗ്രഹമുണ്ടോ? ഇതിനു മുമ്പ് എത്രയോ നല്ല നിമിഷങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു മഹേഷ്. ആ നിമിഷങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞൊന്നുമില്ലല്ലോ. നമ്മുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി പല പല സാഹചര്യം ഉണ്ടാക്കി, പക്ഷെ എല്ലാം തട്ടിത്തെറിച്ച് പോവായിരുന്നില്ലേ? ഇപ്പൊ എന്തോ മഹേഷിന്റെ കുഞ്ഞിന് ജന്മം തരാൻ വല്ലാത്തൊരു ആഗ്രഹം, വല്ലാത്തൊരു കൊതി തോന്നുന്നു മഹേഷ്. അത് തന്റെ ട്രീറ്റ്മെന്റ് വിജയകരമായെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണോ, അതോ എന്നോടുള്ള ഇഷ്ടം കൂടിയത് കൊണ്ടാണോ? രണ്ടും ഉണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റ് വിജയകരമായിട്ട് നടന്നുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞു വേണോന്നൊക്കെ തോന്നുന്നത്. എല്ലാന്നുണ്ടെങ്കിലും മഹേഷായിട്ട് ഒന്നിക്കാൻ എനിക്കതൊരു കാരണമല്ല മഹേഷ്. എനിക്ക് മഹേഷിന് അത്രമാത്രം ഇഷ്ടമാണ്. മഹേഷ് എന്നെ സ്നേഹിക്കണ മുമ്പേ മഹേഷിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാണ്. സത്യമായിട്ടും അതേന്നേ. മഹേഷും രചനയും ഇടയ്ക്കിടയ്ക്ക് മുമ്പൊക്കെ കാണുന്ന സമയത്തൊക്കെ എനിക്ക് എന്തുമാത്രം ദേഷ്യം വരുമായിരുന്നു അറിയാവോ? പിന്നെ എല്ലാം ഞാൻ അടക്കി വെക്കുമായിരുന്നു. കൊള്ളാം, എനിക്കതൊക്കെ മനസ്സിലാവുമായിരുന്നു കേട്ടോ എന്ന് മഹേഷ് പറയാണ്. ശേഷം ഇഷിതടുത്ത് ചോദിക്കേണ്ടത്, എനിക്ക് ശരിക്കും ഒരു കുഞ്ഞു വേണമെന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട് മഹേഷ് എന്ന് പറയാണ് ഇഷിത. ശരിക്കും രണ്ടുപേരും അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെയാണോ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് ആ കുഞ്ഞെന്ന് പറഞ്ഞ ഇത് വരേണ്ടത്?
ഹാ, എന്ത് ചെയ്യാനാ, ഞാനിങ്ങനെ കിടന്നു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇഷിത ചിരിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ്. ഇഷിതക്കാണെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്നുള്ള അതിയായ ആഗ്രഹം തന്നെയാണ് കേട്ടോ. ഇഷിത കുറച്ച് എന്താ പറയണത്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് വരുന്നത്. മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹേഷ് ചോദിക്കണ്ട്, എന്താടോ തനിക്കൊരു കള്ള നോട്ടം? ഒന്നുമില്ല മഹേഷ് എന്ന് പറയാണ്. സത്യം പറയാലോ, മഹേഷ് മുടി വെട്ടിയാലും നല്ല സുന്ദരൻ തന്നെയാണ് കേട്ടോ. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ എപ്പോഴും മൊട്ടയടിച്ചടക്കാം. മൊട്ട അടിച്ചൊന്നും നടക്കണ്ട, ഇടയ്ക്ക് ഇതുപോലെ മൊട്ടയടിച്ചടക്കാം. മഹേഷ് മൊട്ട അടിച്ചാലും മുടി വളർത്തിയാലും എങ്ങനെ എന്തായാലും മഹേഷ് സുന്ദരൻ തന്നെയാണ്. പിന്നെ കാണാനുള്ള ഭംഗിയല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. കാണാൻ ശരിയാണ്, മഹേഷിനെ കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിന്റെ സൗന്ദര്യം കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് അറിയാലോ. താൻ എപ്പോഴും മനസ്സിന്റെ സൗന്ദര്യം മാത്രമല്ലേ നോക്കാറുള്ളൂ. അതെ മഹേഷ്, ഞാൻ മുമ്പോട്ട് അങ്ങനെയാണ്. ഒരാളുടെ പുറമെയുള്ള സൗന്ദര്യത്തിനേക്കാളും ഞാൻ വില മതിക്കുന്നത് മനസ്സിന്റെ സൗന്ദര്യത്തെയാണ്. എടോ, ഇതുപോലെയൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. പറയുമ്പോ പറയും, എനിക്ക് അങ്ങനത്തെ ആള് മതി, സൗന്ദര്യമില്ലെങ്കിലും കുഴപ്പമില്ല, പഠിപ്പ് മതി, ജോലി മതി, വിദ്യാഭ്യാസം മതി, പണം മതി എന്നൊക്കെ. പക്ഷേ കാര്യത്തിനെടുക്കുമ്പോഴേക്കും സൗന്ദര്യവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും. ആ സമയത്ത് ഇഷിത എന്ന് പറഞ്ഞത് എനിക്ക് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ തന്നെയാണോ എന്ന് മഹേഷ് പറയാണ്. ഇഷിതക്കും ചിരി വരുന്നുണ്ട്. ശേഷം ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് പോവാണ്. മഹേഷ് ഇഷിതനെ പതുക്കെ ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. പിന്നെ അവരും ഭയങ്കര റൊമാൻസ് ആവാണ്. അങ്ങനെ ഇഷിതയും മഹേഷും ഒന്നാവാണ്. ഇഷിതയും മഹേഷും ഒന്നാവണം. അതേ സമയം തന്നെയാണ് രചനയും ആകാശും കൂടി ഒന്നാവണത്. രചന ശരിക്കും പണി മേടിച്ചു വെക്കുക കേട്ടോ. ആകാശായിട്ട് ജസ്റ്റ് വെറുതെ ഒന്നിക്കണ പോലെ കാണിക്കാം. ആകാശിനെ തോന്നണം രചന എപ്പോഴും പ്രണയിക്കുന്നുണ്ട് ആകാശിനെ, രചന എപ്പോഴും പ്രണയിക്കുന്നത് ആകാശിനെ മാത്രമാണ് എന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് രചന പലതും കാണിച്ചു കൂട്ടണമെന്നുണ്ടെങ്കിലും രചനക്കും ആ ഒരു അബദ്ധം പറ്റുക കേട്ടോ. കാരണം രണ്ടു കുട്ടികളുടെ അമ്മ മഹേഷിന്റെ അമ്മയാണ് രചന. പക്ഷെ ഇനി രചന പ്രഗ്നന്റ് ആവാൻ പോണത് നമ്മുടെ ആകാശിന്റെ കുഞ്ഞിനെയാണ് കേട്ടോ. അതെ, വർഷങ്ങൾക്ക് ശേഷം, അതായത് ആകാശിനെ കൂടെ ഇറങ്ങിപ്പോയിട്ട് 7-8 വർഷമെങ്കിലും രചന ഇതുവരെയായിട്ടും ആകാശിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോണത് ആ ഒരു ഭാഗം കൂടിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റീമേക്ക് ഭാഗത്തിലും ഇങ്ങനെ രചന പ്രഗ്നന്റ് ഒക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇഷിതയും പ്രഗ്നന്റ് ആവുന്നുണ്ട്. പക്ഷെ മലയാളത്തില് ഇത് സീരിയൽ ശരിക്കും മലയാളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അതിൽ ഇഷിതയുടെ കുഞ്ഞൊന്നും സംഭവിക്കണമെന്നില്ല. പക്ഷെ മറ്റ് ലാംഗ്വേജിൽ ഇഷിതയുടെ കുഞ്ഞ് ഒരു അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഷിത വീണ്ടും പ്രഗ്നന്റ് ആവുന്നുണ്ട്. പിന്നെ ആ കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി കാണാൻ വരുന്നുണ്ട്. എന്തായാലും ഇഷിതക്ക് മഹേഷിനും ഒരു പെൺകുഞ്ഞാണ് ആദ്യം ജനിക്കുന്നത് കേട്ടോ. അത് ആ കുഞ്ഞിനെ പേരിടുന്നത് നമ്മുടെ ചിപ്പി ആയിരിക്കും. അപ്പോഴേക്കും ആദ്യം ഇവരുടെ കൂടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ. രചന ആകെ മൂഞ്ചി പോകും. രചനക്ക് ആരെയും കിട്ടത്തില്ല. അവസാനം രചന നാട് വിട്ട് പോകുകയാണ് ചെയ്യണത്. ഇഷിതക്കും മഹേഷിനും ഒരു കുഞ്ഞാവും. പിന്നെ ഇഷിതയും മഹേഷും ആ കുഞ്ഞും ചിപ്പിയും ആദ്യമൊക്കെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാട്ടോ. ഇപ്പൊ ഇഷിതയും മഹേഷും ഒന്നിക്കുന്ന ഭാഗവും അതുപോലെ തന്നെ രചനയും ആകാശം ഒന്നിക്കുന്ന ഭാഗവും പിന്നെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി കാണാൻ പോണത്. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.